ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭവാനിയും അഞ്ജനയും കൂടെ സൗഭാഗ്യപുരത്തു നിന്ന് മാറി വേറൊരു വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ അവർ വളരെ കഷ്ടപ്പെട്ട് വലിയ ബുദ്ധിമുട്ടിയാണ്, വെള്ളം പോലും വല്ലാത്ത കഷ്ടപ്പെട്ടിലാണ് അവിടെ ജീവിക്കുന്നത് കേട്ടോ. ആ സമയം ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ ഇവരെ കാണുകയാണ്. അവരെ കണ്ട് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അതെ നിങ്ങളിവിടെ പുതിയ താമസക്കാരാണോ എന്ന്. ഭവാനി പറയാ, അതെ എന്താ നിങ്ങളാരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനിതിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്, പക്ഷേ നിങ്ങളെ എനിക്ക് നല്ല പരിചയമുള്ളത് പോലെയാണല്ലോ. ഇല്ല എന്നെ പരിചയപ്പെടാനൊന്നും കാരണമൊന്നുമില്ല, നിങ്ങൾ പോയേ. ഇല്ല, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, നിങ്ങൾ ആ സൗഭാഗ്യപുരത്തുള്ള ആളുകളല്ലേ എന്ന് അയാൾ ചോദിക്കുക കേട്ടോ. പെട്ടെന്ന് എന്നെ ഭവാനി അങ്ങ് വല്ലാതെ ടെൻഷനാവാണ് കേട്ടോ. മനസ്സിലായി, നിങ്ങളെന്താ ഇവിടെ വന്ന് താമസിക്കുന്നത്? എന്തായാലും ഞാൻ അവിടെ പോയി അറിയിക്കും, അത് ഉറപ്പാണ്. ആഹാ, അയ്യോ ഇയാളിനി പോയി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ഓടി ചെന്നിട്ട് അയാളെ വിളിക്കുകയാണ് തിരിച്ച്. എന്നിട്ട് എന്തൊക്കെയോ നുണകൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതുപോലെ പോയി അവിടെ പറയാൻ വേണ്ടിയിട്ടാണ്. അയാളാണെങ്കിൽ നേരെ സൗഭാഗ്യപുരത്തേക്ക് വച്ച് പിടിച്ചിട്ടുണ്ട്. അവിടെ സൗഭാഗ്യ മുത്തശ്ശി ബാക്കി എല്ലാവരും നിർത്തി പൊരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ? എൻ്റെ ആരെ കാണാതെ പോയിരിക്കുന്നതെന്ന് അറിയോ? സംഗീതേ, നിനക്കറിയോ? നിൻ്റെ സഹോദരൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത്. എത്രയും വേഗം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചൂടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ മാത്രം ഇവിടെ കിടന്ന് ആദ്യം എടുത്ത് തീ തിന്നുകൊണ്ട് നടക്കുകയാണല്ലോ. അമ്മേ അങ്ങനെ പറയല്ലേ. നമ്മളിന്ന് എവിടെ പോയി അന്വേഷിക്കാനാ? അന്വേഷിക്കേണ്ട സ്ഥലത്തെല്ലാം പോയി അന്വേഷിച്ചില്ലേ? അജയും എല്ലാവരും അന്വേഷിച്ചു. അജയ് അവൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുക നല്ലത്. ഇത്രത്തോളം ഉണ്ടാക്കി വെച്ചിട്ട് അമ്മേ അവനിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? പിന്നല്ലാതെ അവരിവിടുന്ന് ഇറങ്ങിപ്പോവാൻ കാരണക്കാരാരാ പറ? അവരെ നമ്മൾ പൊന്നുപോലെ നോക്കേണ്ടവരല്ലേ? എൻ്റെ മരുമകളല്ലേ അവൾ, കൊച്ചുമോളല്ലേ? ഈ വീട്ടിലെ രക്തമാണ് അഞ്ജനയുടെ ശരീരത്തിൽ കൂടെ ഓടുന്നത്. അവൾ ഇവിടെ നിന്നൊക്കെ പോവുകയെന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാനാവുന്നില്ല. എത്രയും വേഗം നിങ്ങൾ അവരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരമാണ് ഈ ആൾ അങ്ങോട്ട് വരുന്നത്. ഇയാൾ വന്ന്, ഇത് സൗഭാഗ്യപുരമല്ലേ, സൗഭാഗ്യപുരത്തിലെ ആൾക്കാരൊക്കെ അല്ലേ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. അതെ, എന്താ നിങ്ങൾ ആരാ? അപ്പോൾ സൗഭാഗ്യ മുത്തശ്ശി ചോദിക്കുകയാണ്, നിങ്ങളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആരാ എന്താ? അല്ല, ഞാനിവിടെ ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട് മുമ്പെന്നെല്ലാം പറയാണ്. ഇപ്പം എന്തിനാണ് വന്നത്? ഞാനൊരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ താമസിക്കുന്ന 2 പേരുണ്ടല്ലോ, ഇവിടുത്തെ മരുമകളാണെന്ന് തോന്നുന്നു, അവരും അവരുടെ മകളും. അതേ ഭവാനിയെക്കുറിച്ചാണോ ഇയാൾ പറയുന്നത്? ആണെന്ന് തോന്നുന്നു. എന്നിട്ട് അല്ല, ഇവിടെയുള്ള 2 ആൾക്കാരെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസമുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതേ. അത് കേൾക്കണത് മുത്തശ്ശി ചാടി അങ്ങോട്ട് എണീക്കുകയാണ്. അത് ശരി, അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുണ്ടെന്നാണോ പറയുന്നത്? ഭഗവാനെ, ദൈവമേ, എന്നെ കണ്ണുമുന്നിൽ നീ അവളെ കാണിച്ചു തന്നല്ലോ. ദേ ഇത്രയും മതി. ഒരു കാര്യം ചെയ്യ് സംഗീത വർമ്മേ, നിങ്ങൾ പെട്ടെന്ന് മാധവനോടും പറയണ്ട, പെട്ടെന്ന് എന്നെ ഇയാളുടെ കൂടെ പോയി അവിടെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരണം. ഇനി എന്ത് വന്നാലും അവരവിടെ നിർത്തിയേക്കരുത്, തിരിച്ച് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ അനുപമയും പറയാം, ശരി മുത്തശ്ശി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനും കൂടെ പോവാണ്, ഞങ്ങൾ പോയി അവരെ കൂട്ടിക്കൊണ്ട് വന്നോളാമെന്ന്. അങ്ങനെ ഇയാളുടെ കൂടെ അവരെ അങ്ങോട്ട് നേരെ ചെല്ലാട്ടോ. അപ്പം അവിടെയാണെങ്കിൽ നമ്മുടെ ഭവാനി അഞ്ജനയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള വെള്ളവും ഒക്കെ കിണറ്റിൽ നിന്ന് വലിച്ച് കോരിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഇവരങ്ങോട്ട് എത്തുന്നത്. കാർ അവിടെ ഇട്ടിട്ട് കുറേ ദൂരം താഴേക്ക് നടന്ന് വരും കേട്ടോ. അന്നേരം തന്നെ സംഗീതയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് വീട് ഒത്തിരി ചെറിയ വീടോ? ഇങ്ങനെയുള്ള പരിസരത്തൊക്കെ ഭവാനിക്ക് താമസിക്കാൻ കഴിയുമോ? എന്തിനാണ് ഇവരിപ്പോൾ ഓടി ഇങ്ങോട്ടൊക്കെ വന്നതെന്ന് ഇവർ സംശയം കൊണ്ട് ഇങ്ങോട്ട് നടന്ന് വരും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പം നീ നോക്കുമ്പോൾ അഞ്ജനയെ, നിനക്ക് ബാത്റൂമിൽ പോകാനുള്ള വെള്ളമെല്ലാം ഞാൻ കോരി വെച്ചിട്ടുണ്ടെന്ന് ഭവാനി ഉച്ചത്തിൽ വിളിച്ച് പറയാം. ഇതിവർ കേൾക്കാം കേട്ടോ. അങ്ങനെ അഞ്ജന മുറിക്കകത്തുനിന്ന് ഓടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മുറ്റത്തൊന്ന് നിൽക്കുന്ന ആളുകളെ കണ്ട് അന്തം വിട്ട് പോവാ കേട്ടോ. അങ്ങനെ നേരെ ഓടി വന്ന് അമ്മേ നോക്കിക്കേ, ഇതാരാ വന്നേ നോക്കിക്കേന്ന്. എന്തിനാ അടിക്കിടന്നുകൊണ്ട് അലറുന്നത്? എന്താ കാര്യം? മുറ്റത്താരാ നോക്കിക്കേ. അങ്ങനെ ഭവാനി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കുടുംബത്തുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. സത്യനൊന്നുമില്ല, മാധവനും സംഗീതയും അനുപമയും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് മാധവൻ ചോദിക്കുന്നത്, ഭവാനി എന്താ ഇതിൻ്റെ ആവശ്യം വല്ലതും നിനക്കുണ്ടായിരുന്നു? എന്തിനാ നീ ആരോടും പറയാതെ ഇങ്ങോട്ട് പുറപ്പെട്ടത്? ഈ സാഹചര്യത്തിൽ നീ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? നിന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭവാനി അങ്ങ് പറയാം,
ഉം, അവിടെ അടിയും തൊഴിയും ഒന്നും കൊണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. അതിലും ഭേദം ഇത് തന്നെയാണ്. അങ്ങനെ പറയല്ലേ. അങ്ങനെയാണോ നിന്നെ അവിടെ ഞങ്ങൾ നോക്കിയത്? അജയ് അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ ചെയ്തെന്നും പറഞ്ഞും കൊണ്ട് നീ അങ്ങനെ ചിന്തിക്കല്ലേ. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയും. എനിക്ക് ആരിയ്ക്കുന്നു? എനിക്ക് ആരുമില്ല. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും കിടക്കേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ കുറേ സെൻറ്റി അങ്ങോട്ട് അടിക്കാനുണ്ട് കേട്ടോ. അത് നമ്മുടെ മാധവന് സംഗീതയ്ക്കൊക്കെ ഭയങ്കര വിഷമാവണം. അപ്പോൾ അനുപമയും ചോദിക്കുന്നത്, എന്തിനാണ് അപ്പച്ചി ഇങ്ങോട്ട് വന്നത്? എടി അഞ്ജനെ, നീ എന്തിനാ ഇപ്പം, നിന്നെക്കൊണ്ട് പറ്റുമോ ഇങ്ങനെയൊക്കെ ഇവിടെ താമസിക്കാൻ? അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഈ വേഷത്തിലൊക്കെ നിന്നെ ഇപ്പം കണ്ടാലേ ശരിക്കും ഒരു ദരിദ്ര കുടുംബത്തിൽ താമസിക്കുന്നവരെ പോലുണ്ട് കേട്ടോ. പക്ഷെ നിനക്ക് നല്ല ചേരുന്നുണ്ട്. നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോയാൽ കൊള്ളാം, നല്ല ക്യാരക്ടറാ എന്നൊക്കെ പറഞ്ഞ് അനുപമ കളിയാക്കുക. മാധവനാണെങ്കിൽ അനുപമേനെ വഴക്ക് പറയുന്നുണ്ട്, മിണ്ടാതിരിക്കുക അനുപമേ, കൂടുതൽ കളിയാക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ വരുന്നില്ല. അങ്ങനെ പറയില്ല അമ്മ, പ്രത്യേകം പറഞ്ഞയച്ചാൽ നിങ്ങളും കൂട്ടി വേണം പോവാനെന്ന്. അഞ്ജന കട്ടായിട്ട് പറയാം, ഇല്ല ഞങ്ങൾ വരില്ല. ഞങ്ങൾ വരണമെങ്കിലേ ഇപ്പം അപ്പച്ചി എന്താ വിചാരിക്കുന്നത്, അവിടെ ചെന്നിട്ട് ഭൂമിയെ കല്യാണം കഴിക്കണം, അജയ് കല്യാണം കഴിക്കുന്നത് ഞങ്ങളെ കാണിക്കാനാണ് അവിടെ കൊണ്ടുപോകുന്നതല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. അപ്പം അനുപമ പറയാ, അങ്ങനെയില്ലേ? ചിലപ്പോൾ അത് തന്നെ നടക്കും. ഭൂമി വലിയ ഇഷ്ടമാണ്. എടി നിന്നോടല്ലേ വാ അടയ്ക്കാൻ പറഞ്ഞ? അല്ലെന്നേ, ഈ അഞ്ജന തന്നെ അത് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിൻ്റെ വാ അടച്ചോ, മിണ്ടായിരിക്കാൻ ഇപ്പമെന്ന് പറഞ്ഞ് വഴക്ക് കൊടുക്കാനുണ്ടോ? അപ്പം അഞ്ജന പറയുന്നുണ്ട്, ഇല്ല ഇനി എന്തൊക്കെ വന്നാലും ശരി തന്നെ, ഞാൻ അങ്ങോട്ട് വരില്ല. പിന്നെ വേണമെങ്കിൽ എന്നെ ഇവിടെ വന്ന് വിളിക്കണം, അജയ് തന്നെ വരണം. വന്ന് അജയ് എന്നോട് സോറി പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോട്ടെ, എന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് വരില്ല. അവൻ എന്നെ കല്യാണം കഴിക്കാൻ വേണം. അങ്ങനെ ഒരു വാക്ക് തരാമോ നിങ്ങൾക്ക്? ഞങ്ങൾ തരാം. മോള് വന്നോ? ഇല്ല, നിങ്ങളുടെ വാക്കല്ല വേണ്ടത്, എനിക്ക് അജയിൻ്റെ വാക്കാണ് വേണ്ടത്. അവൻ ഇവിടെ വരണം. ഇവിടെ വന്ന് സോറി പറഞ്ഞ് എനിക്ക് വാക്ക് തന്നിട്ട് പോയാൽ ഞാൻ വരാം. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. ഞങ്ങൾ അവിടെ പോയി പറഞ്ഞ് അവനോട് ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ശരിയെന്നും പറഞ്ഞ് അവർ തിരിച്ചു പോകണം കേട്ടോ. അപ്പം അനുപമ അപ്പോഴപ്പോഴായിട്ട് നിന്ന നിൽപ്പിന് മാറുമല്ലോ. നമ്മുടെ അജയ് വിളിക്കുന്നത് ഓന്താണെന്നാണ്. അനുഭവം ഓടി ചെന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, എടി മതി നിൻ്റെ ഇവിടുത്തെ താമസമൊക്കെ, നാടകമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം സമരവും കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചാൽ അങ്ങ് അവസാനിപ്പിക്കാം. പിന്നെ നീ അജയനുള്ള പെണ്ണാണ് കേട്ടോ, നിന്നെ അവനാ കെട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി. എന്നിട്ട് ഉടനെ അതും തിരിച്ചു പോവാണ്. അന്നേരം അമ്മയും മോളും കൂടെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അഞ്ജനോട് പറയണം, മിടിക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ, അജയ് വരുമല്ലോ അല്ലേ? അവൻ വരും. അവിടെ ആ കിളവിയുടെ ഓർഡറല്ലേ, അതുകൊണ്ട് അവൻ വരും. അവൻ വന്ന് നിന്നെ കേട്ടാന്ന് വാക്കും തരും, നോക്കിക്കോ. വാക്ക് തന്നാൽ പോരാ, സോറിയും പറയണം. അതൊക്കെ നമുക്ക് പറയിപ്പിക്കാം. എന്നിട്ട് അവർ പറയണം, ഇന്ന് എന്തായാലും നമുക്ക് സന്തോഷത്തോടുകൂടി ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന്, നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഓൺലൈൻ വഴി മകൾക്ക് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരിങ്ങോട്ട് കഴിക്കാം കേട്ടോ. ആ നേരത്ത് കമാലിനെ വിളിക്കുകയാണ് നമ്മുടെ ഭവാനി മാറി നിന്നിട്ട്. അപ്പോൾ കമാലിനോട് പറയാനുണ്ട്, അതെ ഭൂമി വന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഇവർ വന്ന ഉടനെ ആദ്യം ഭവാനി ചോദിച്ചതും അതാ കേട്ടോ, ഭൂമി അവിടെ വന്നായിരുന്നു, നിങ്ങളുടെ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പോഴാണ് ഇവരും പറയുന്നുണ്ട്, ഭൂമി അങ്ങനെ ആരെപ്പറ്റിയും അനാവശ്യമൊന്നും പറയുന്നൊരു കുട്ടിയല്ല എന്നൊക്കെ സംഗീത പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇത് വച്ചിട്ടാണ് ഭവാനി ചോദിക്കുന്നത്. ഭവാനി അതേപോലെ തന്നെ കമാലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അവളെന്തായാലും കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതാ മാഡം, ഞാൻ മാഡത്തിന് അന്ന് അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയാണ് കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ കത്ത് നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിച്ചേ പറ്റൂ. അവൾ പോലീസിനെ മറ്റോ ഏൽപ്പിക്കുന്നതിന് മുമ്പേ കത്ത് നമുക്ക് പിടിച്ച് വാങ്ങണമെന്നും തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ശരി എന്നൊക്കെ ഓക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അമ്മയും മോളും കൂടെ അജയനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ സൗഭാഗ്യപുരത്തും ഇതുപോലെ തന്നെ അതിനിടയ്ക്ക് നമ്മുടെ ഭൂമി കോഫി ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. കോഫി ഷോപ്പിലേക്കല്ല കേട്ടോ, മൊബൈൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. കാരണം മൊബൈൽ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ പോയി അതെല്ലാം വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇന്ന് പോയിട്ടും അവിടെ ടെക്നീഷ്യൻ വരാത്തതുകൊണ്ട് മൊബൈൽ കിട്ടുന്നില്ല. നിരാശയായിട്ടാണ് തിരിച്ചു വരുന്നത്. പിന്നെ വക്കീലിനെ കാണാൻ പോയിരുന്നല്ലോ. വക്കീലിനെ കാണാൻ പോയിട്ട് തിരിച്ച് വരുമ്പോഴും വല്ലാത്ത നിരാശയാണ്. കാരണം 35 ലക്ഷം രൂപയൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാൻ. പക്ഷേ ഭൂമി വിട്ടുകൊടുക്കുന്നില്ല. ഏതറ്റം വരെ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ അമ്മ ഇറക്കാൻ നോക്കും എന്ന് പറയുമ്പോൾ ആൽഫ്രഡ് സമാധാനം കൊടുക്കുകയാണ്, പേടിക്കണ്ട, നമുക്ക് എങ്ങനെയൊക്കെ ആയാലും ഏതെങ്കിലും ഒരു വഴി ദൈവം നിനക്കായിട്ട് തുറന്നു തരും, നീ വിഷമിക്കണ്ട എന്ന് പറയാം കേട്ടോ ഭൂമിയോട്. അത് കഴിഞ്ഞ് സൗഭാഗ്യപുരത്ത് എല്ലാവരും കൂടെ സന്തോഷത്തിലിരിക്കണം. കാരണം ഭവാനിയും അഞ്ജലി എവിടെയുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സൗഭാഗ്യയ്ക്ക് സന്തോഷമായി. സൗഭാഗ്യ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അവൾ നിങ്ങളെയൊക്കെ പോലെ ഇവിടെ രാജകുമാരിയായിട്ട് കഴിയേണ്ട ഒരു പെണ്ണാണ്. എൻ്റെ മകൻ്റെ ഭാര്യയും കുഞ്ഞുമാണ്. അവൻ മരിച്ചപ്പോൾ തന്നെ അവൻ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ അമ്മ അവരെ പൊന്നുപോലെ നോക്കുമെന്ന്. എന്നിട്ട് എനിക്കത് സാധിക്കാതെ പോയോ ദൈവമേ, ഞാൻ അങ്ങനെ തന്നെയാണ് അവരെ നോക്കിയത്, എന്നിട്ടും അത് കൈവിട്ടു പോയി. സത്യ, എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം അവരെ. പക്ഷേ അവർ തിരിച്ചു വരണമെങ്കിൽ അജയ് ഉറപ്പായിട്ടും അവർക്ക് വാക്ക് കൊടുക്കണം. അജയനോട് അമ്മ തന്നെ സംസാരിക്കും.
സംസാരിക്കുക. അപ്പോൾ ഒരുപക്ഷെ ഇതിനൊരു മാറ്റം വരാം. അപ്പോൾ സൗഭാഗ്യ പറയുന്നുണ്ട്, അതെ എന്നെക്കൊണ്ട് പറ്റത്തില്ല അവനോട് സംസാരിക്കാൻ. ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, വയസ്സായാൽ പ്രായമായവർ എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കണം. ഞാൻ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി. അഞ്ജനയ്ക്ക് വെറുതെയാണ് ഞാനൊരു ആശ കൊടുത്തത്. അജയനെ കല്യാണം കഴിക്കുന്ന കാര്യമൊക്കെ അവരോടൊന്നും ചോദിക്കാതെയാണോ ഞാനത് ചെയ്തത്. എന്നാൽ അവരവരുടെ ആഗ്രഹങ്ങൾക്ക് എനിക്കെന്താ കാര്യം? അല്ലെങ്കിലും ഞാനാര്? വയസ്സായാൽ എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടണം, അല്ലാതെ പേരക്കുട്ടികളുടെയും മക്കളുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് അവരെ എതിര് നിൽക്കല്ല വേണ്ടത്. അതുകൊണ്ട് ഞാനിതൊന്നും സംസാരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മകനോട് സംസാരിക്കാതെ ഇരിക്കേ, എന്ത് വേണോ ആയിക്കോ എന്ന് സംഗീതയോടും മാധവനോടും ഒക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി കയറി അകത്തേക്ക് പോവാണ്. അന്നേരം തന്നെ അജയ് അങ്ങോട്ട് വരാണ് കേട്ടോ. അപ്പോൾ അജയ് കയറി വരുമ്പോൾ തന്നെ ആകെ ഒരു പന്തി കേട്ട് തോന്നുക. എല്ലാവർക്കും ഒരു വിഷമം അങ്ങനെ മുഖത്ത് നോക്കി നിൽക്കാൻ. എപ്പിസോഡ് കേട്ടോ, ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്